ഗുഡ് മോർണിംഗ്. ഞാൻ ഐശ്വര്യയാണ്. ഇപ്പോൾ രാവിലെ ഒരു 6:30-7 മണിയാവുന്നേ ഉള്ളൂ. ഈ സമയത്ത് ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടി വന്നത് വളരെ വിഷമം തോന്നിയൊരു കാര്യം കണ്ടതുകൊണ്ടാണ്. നമ്മുടെ എലിസബത്ത് ഉദയൻ, അതായത് ബാലയുടെ മുൻ ഭാര്യ എലിസബത്ത് ഉദയൻ വെളുപ്പിന് 3 മണിക്കൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 56 മിനിറ്റുള്ള ഒരു വീഡിയോ ആണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ആ വീഡിയോ കാണണം കേട്ടോ. എന്തുമാത്രമാണ് ഇയാൾ ആ കുട്ടിയെ ദ്രോഹിച്ചിരിക്കുന്നത് എന്ന് അതിനകത്തു നിന്ന് വ്യക്തമാണ്. ഇയാൾ തന്നെയല്ല, ഇയാളുടെ ഓൾ ഫാമിലിക്ക് ഇതിനകത്ത് നല്ലൊരു പങ്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിലാണ് അതിൻ്റെ വോയിസ്. അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ബാലനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം അയാൾക്ക് സുഖമില്ലാണ്ട് വന്നപ്പം നമ്മളൊക്കെ പ്രാർത്ഥിച്ചിട്ടുള്ളതാണ് അയാൾക്കൊന്നും വരില്ലേ. കാര്യം പാവങ്ങൾക്കൊക്കെ ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അയാൾ ജീവനോടെ ഇരിക്കുന്നത് നല്ലതാണ്. ആ ജീവനോടിരിക്കണം, അങ്ങനെയുള്ളവരെന്ന് ആഗ്രഹിക്കുകയും ഒരുപാട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ അമൃതയോടാണെങ്കിൽ വലിയ താല്പര്യമൊട്ട് തോന്നിയിട്ടുമില്ല. കാരണം അമൃതയോട് തോന്നാതിരിക്കാൻ നല്ലൊരു കലാകാരനായ ഗോപി സുന്ദറിനെ പക്ഷേ ഒരു ഫാമിലി ലൈഫിലേക്ക് ഒരു പെണ്ണും ഓപ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടാത്ത ഒരാളെ ഓപ്റ്റ് ചെയ്തപ്പോൾ നമുക്കെന്തോ ഒരു താല്പര്യം ഇല്ലായ്ക തോന്നിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഇപ്പോഴും എല്ലാം ഈ എലിസബത്തിനോടൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ട്. കാര്യം അത് ഭയങ്കര സത്യസന്ധമായിട്ട് മുന്നോട്ട് ഒരു ജീവിതത്തിൽ അയാളെയൊക്കെ കണ്ടതാണ്, ബാലേനെയൊക്കെ കണ്ടതാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇവർ തമ്മിൽ സെപ്പറേറ്റഡ് ആയപ്പോഴും ആ കുട്ടി അതിനെക്കുറിച്ച് യാതൊരു കാര്യങ്ങളും പറയാൻ പോയിട്ടില്ല. പക്ഷേ നിങ്ങളെല്ലാവരും ആ വീഡിയോ കാണണം കേട്ടോ. ഇവനൊക്കെ എന്ത് മനുഷ്യനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്കൊന്ന് അമൃതയോടും ആ കുട്ടിയോടും കാണിച്ചത് ഒന്നും ഒരു കാര്യമല്ല. ദ്രോഹം മൊത്തം ചെയ്തിരിക്കുന്നത് ഇതിനോടാണെന്ന് പറയണം. എന്തോരം ഉപദ്രവിച്ചിരിക്കുന്നു. അവനെ ഉപദ്രവിച്ചിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്ത കഥകളൊക്കെ കേൾക്കണം. അടിക്കുക, ഈ നമ്മൾ അവരുടെ ലൈഫ് കാണുമ്പോൾ ബർത്ത്ഡേക്ക് ഓടി ഗിഫ്റ്റ് ചെയ്യുന്നു. സ്ത്രീകളെല്ലാം കണ്ട ബർത്ത്ഡേക്ക് ബാല ഓടി കൊടുത്തു. ആ ഓടിയിൽ അവർ 4 പ്രാവശ്യമേ കയറിയിട്ടുള്ളൂ. അതെന്ത് ചെയ്യുന്നു കൂടി അവർക്കറിയില്ല. മദറിനോ അമ്മായിയും ബാലയുടെ അമ്മ മാലയും കുറേ ഗോൾഡെല്ലാം കൂടെ ഗിഫ്റ്റ് ചെയ്തു. വലിയൊരു മാലയും കമ്മലും ഒക്കെ ആ കുട്ടിയെ ചിരിച്ചുകൊണ്ട് വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ചു എന്തൊരു സ്നേഹം അമ്മായിമ്മ മരുമൊക്കെ എന്ന്. ആ കുട്ടി അന്നേ അത് കണ്ടിട്ടുള്ളൂ. പിന്നെ ഏതോ ഒരു ഫംഗ്ഷന് പോലെ അതിന് ഇതാ കൊടുത്തു. തിരിച്ചത് അവർ വാങ്ങി അവരുടെ കയ്യിലാണ് വെക്കുന്നത്. ഇതെല്ലാം വീഡിയോ ആണ്. ഇത് കാണുന്ന സമൂഹം വിചാരിക്കും ഇവർക്ക് ഈ പ്ലസ് എല്ലാം ഉണ്ടായിട്ടും ഇവർക്ക് മര്യാദയ്ക്ക് നിന്നുകൂടെ, ഇത്രയും സ്നേഹിക്കുന്നു കെയർ ചെയ്യുന്ന ഹസ്ബൻഡ് എന്നൊക്കെ വിചാരിക്കും. അയാൾ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്നതിലുപരി അയാൾ മറ്റെന്തൊക്കെയോ ഒരു ഇതാണ്. ഒന്നും വേണ്ടതേ. ആ കുട്ടി ചോദിക്കുന്നത് താൻ വയ്യാതെ കിടന്നപ്പോൾ തൻ്റെ മോഷനും യൂറിനും എടുത്തതിൻ്റെ നന്ദിയെങ്കിലും 5-6 മാസം ഇയാൾ ഫുള്ള് കിടന്നപ്പോൾ ഈ കുട്ടിയാണ് ചെയ്തത്. രാത്രി ഉറക്കമില്ലാതിരുന്ന് ഇത് അമൃത ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്കെല്ലാം അറിയാം. എന്നിട്ടാണ് യാതൊരു മര്യാദയുമില്ലാതെ ഇയാൾ പറയുന്നത് ഇയാൾ കല്യാണം കഴിച്ചിട്ടില്ലെന്ന്. എന്തുവാടേ, ഒരു ലീഗലി സൈൻ ചെയ്തില്ലെങ്കിൽ വിവാഹം ആകത്തില്ലയോ? ആരാ ഇത് പറഞ്ഞത്? ഇതാരാ ഈ പൊട്ടനോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? ഈ നാട്ടുകാരെയും വളരെ വലിയ ആൾക്കാരെയൊക്കെ അവരുടെ കല്യാണത്തിന് ഇഷ്ടംപോലെ ആൾക്കാർ കൂടിയതാണ്. ആ അച്ഛനെയും അമ്മയെയും വിഡ്ഢിയാക്കിക്കൊണ്ട് അവൻ എന്തുമാത്രം ദ്രോഹമാണ് അയാൾ ചെയ്തിരിക്കുന്നത് ആ പെണ്ണിനോട്. ഒരു ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൻ്റെ അസറ്റാണ്. അത് ഇല്ലാതാക്കുകയാണ് ഇയാളെ പോലുള്ള ഒരുത്തൻ. തീർച്ചയായിട്ടും. കാര്യം അത് ഒരു മാഡായി പോവുകയാണ്. കാരണം സ്വന്തം ജീവിതം കൈവിടുമ്പോൾ എത്ര എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും നമ്മളല്ലാതായി പോകും. അതാണിപ്പോൾ ഈ എലിസബത്ത് ഉദയൻ്റെ അവസ്ഥ. അത് ആ 3 മണിക്കാണ് പോസ്റ്റ് ചെയ്യണമെങ്കിൽ ആ 3 മണിക്കും 4 മണിക്കൊന്നും അത് ഉറങ്ങിയിട്ടില്ല. അതിൻ്റെ മാനസികാവസ്ഥയൊന്നും നോക്കി ഇന്ന് വരെ നമുക്ക് ഇന്ന് കണ്ടിട്ടൊരു വീഡിയോ ചെയ്യണമെന്നൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ എനിക്കിന്ന് വെളുപ്പിനെ ഞാനിത് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു 1 അവറാണ് അതിന് വേണ്ടി പോയത്. നമ്മൾ എണീച്ച് കുളിച്ച് വിളക്കെത്തിച്ച് പ്രാർത്ഥിക്കുന്ന ആ സമയം അങ്ങ് പോയി. കാരണം നമ്മൾ ഇത് കണ്ടിട്ട് എനിക്കത് നിർത്താനും തോന്നിയില്ല. ഞാനത് ഫുള്ള് കേട്ട് കഴിഞ്ഞപ്പോൾ ഒന്നല്ലെന്നേ ഒരുപാട് ദ്രോഹങ്ങൾ ആ കുട്ടിയോട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, അതിനെ ദ്രോഹിച്ചിട്ടുണ്ട്. ജോലിയിൽ അതിൻ്റെ PG എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് പോലും കൊടുത്തില്ല. എക്സാമിന് എഴുതാൻ സമ്മതിച്ചില്ല. അപ്പോഴും അവൾ വിചാരിച്ചു ജീവിതത്തിൻ്റെ നല്ലതിന് വേണ്ടി അത് വേണ്ടെങ്കിൽ വേണ്ട, അങ്ങനെ വരെ ചിന്തിച്ചു. അവസാനമാണ് ജോലിക്ക് പോകണം എന്നൊരു തീരുമാനമൊക്കെ. അതൊക്കെ ഒരു ഗുഡ് ഡിസിഷനാണ്. ഒരുപക്ഷെ ഈ കുട്ടി ജോലിയും കൂടെ ഓപ്റ്റ് ചെയ്തില്ലെങ്കിൽ അത് വേറൊരു അവസ്ഥയിലെത്തും. അപ്പോൾ ഇയാളൊക്കെ ഈ കോകില എന്ന് പറയുന്ന, ശരിക്കും പറഞ്ഞാൽ എനിക്ക് കോകിലേനെ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത് അയാൾക്ക് ആപ്റ്റായിട്ടുള്ളത് കോകിലെ പോലൊരു കുട്ടിയായിരുന്നു. ഒരു റൈറ്റ് പേഴ്സൺ വന്നപ്പോൾ അയാളുടെ ജീവിതം ഓക്കെ ആയി എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കോകില ഒരു കസ്തൂരി എന്ന് പറഞ്ഞ ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് അയക്കുകയാണ്. കോകില തന്നെയാണ് ആ മെസ്സേജ് അയക്കുന്നത്. അത് കണ്ടാലറിയാം. ദൈവമേ, ഈ മലയാളികളെയും കേരളത്തിനെയൊക്കെ ഇത്രയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ ഈ
ബാലയും കോകിലയൊക്കെ എന്തിനീ നാട്ടിൽ നിൽക്കുന്നത്, നിർത്തരുത് ഇതിനെയൊക്കെ എന്ന് വേണം പറയാൻ. അത്രയ്ക്ക് മലയാളികളെയും കേരളത്തിനെയൊക്കെ വളരെ മോശമായിട്ടാണ് ആ കമൻറ്റ് കസ്തൂരി എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്ന് കമൻറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഈ എന്തൊക്കെ ഈ എലിസബത്ത് ഉദയനെ പറയാമോ അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം റിപ്ലൈ ആ കുട്ടി കൊടുത്തിട്ടുണ്ട്. ഈ കൊച്ചിത് മുന്നേ കൊടുക്കണമായിരുന്നു, ഈ അമൃതയും ആദ്യം കൊടുക്കണമായിരുന്നു. ഇവരെല്ലാം ഇയാളെ പേടിച്ചിട്ട് സംസാരിക്കാതിരുന്നത് കൊണ്ടാണ് ഇയാൾ ഇങ്ങനെ വളർന്നു പോയത്. അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. ശരിക്കും എനിക്ക് എൻ്റെ ഇൻസ്റ്റയിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ഇയാൾ വയ്യാണ്ട് കിടന്നപ്പോൾ ഞാൻ അയച്ച മെസ്സേജ്. ഈ എലിസബത്ത് ഉദയനും അത് കഴിഞ്ഞിട്ട് അമൃത കാണാൻ വന്നപ്പോൾ അവർക്കും എനിക്കിപ്പം ലജ്ജ തോന്നുന്നു. അല്ല, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഇയാളെ. കാര്യം ഇയാൾ ഒരുപാട് നന്മകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നന്മകൾ ചെയ്യുന്നവർ ജീവിച്ചിരിക്കണം. അവർക്ക് ആയുസ് കൊടുത്താലേ ഒരുപാട് ആൾക്കാരിലേക്ക് നന്മകൾ എത്തുകയുള്ളൂ. അല്ലെ അയാൾക്ക് പൈസ ഉണ്ട്, അയാൾക്ക് കൊടുക്കാൻ മനസ്സുമുണ്ട്. അപ്പം സാമ്പത്തികമുള്ളവരൊക്കെ ഈ ലോകത്ത് ഇഷ്ടം പോലെ ഉണ്ടെന്നേ, പക്ഷെ കൊടുക്കാൻ മനസ്സ് വേണ്ടേ? കൊടുക്കാൻ മനസ്സുള്ളവരാണ് കുറവ്. അപ്പോൾ ഇയാൾക്ക് അതുണ്ടായതുകൊണ്ട് എനിക്ക് ഇയാളോടൊരു ഭയങ്കര ബഹുമാനമായിരുന്നു. ഫാമിലി ലൈഫ് പിന്നെ എത്ര നല്ലവനും മോശപ്പെട്ടവനും ഒക്കെ ഫാമിലി ലൈഫ് ഫെയിലിയർ ആകുന്നത് ഒരാളുടെ മാത്രം കുഴപ്പമല്ലല്ലോ എന്നാണ് നമ്മൾ ചിന്തിച്ചത്. ഇത് വല്ലാത്തൊരു മൃഗീയമായ ഈ മൃഗീയവും പൈശാചികവും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, ആ ഒരവസ്ഥയാണ്. എല്ലാവരും എലിസബത്ത് ഉദയൻ്റെ ആ വീഡിയോ കാണണം കേട്ടോ. നല്ലൊരു ഡോക്ടർ. ഭാവിയിലേക്കൊന്ന് ആലോചിക്കുക. ആ വീട്ടുകാരൊരു കുട്ടീനെ ഡോക്ടർ ആക്കണേ, അവരുടെ എന്തുമാത്രം എഫേർട്ട് എടുത്തിട്ടുണ്ട്, ആ കുട്ടി എന്തുമാത്രം കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ സമൂഹത്തിനൊരു അസറ്റായിട്ട് വരണ്ടേ അതിനെ. ഈ ഒരു നാശം പഠിച്ച് ഇറങ്ങിയ സമയത്താണ് ഈ ദുർബുദ്ധി തോന്നിയത്. സമൂഹത്തിന് ആ കൊച്ചിനെ തന്നെ ഇല്ലാണ്ടായി എന്ന് പറയേണ്ടിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു അത് മെൻ്റലി സ്റ്റേബിളല്ല. അത് നിങ്ങൾക്കെല്ലാം തോന്നിയിട്ടില്ലേ? എലിസബത്ത് ഉദയൻ്റെ സംസാരത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിനൊരു പിരി പോയതാണോ എന്നൊക്കെ. അങ്ങനെ ആകുന്നതാണ്, ആ അവസ്ഥയിലേക്ക് അതിനെ എത്തിച്ചേർക്കുന്നതാണ്. ഇയാൾ ചത്ത് കളയും പറ്റില്ല ബഹളം വെച്ചിട്ടാണ് ആ കുട്ടിയെ ഇറക്കി കൊണ്ടുവന്നത്. അല്ല, ഇത് നോർമലി രണ്ട് ഫാമിലിയും കൂടെ ചേർന്ന് നല്ല കല്യാണമായിട്ട് നടന്നേനി. അയാളുടെ നിർബന്ധത്തിലാണ് അയാൾ വിളിച്ചിറക്കിക്കൊണ്ട് പോയതും. പിന്നെ വീട്ടുകാരെല്ലാം കൂടിയിട്ട് തന്നെയാണ് ആ ഫംഗ്ഷനൊക്കെ നടത്തിയിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെ വെച്ചുള്ള ഫംഗ്ഷനും ഇവർ ചെയ്തു, ചെന്നൈയിൽ ബാല ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ടും അവരാണ് ചെയ്യേണ്ടി വന്നത്. അപ്പം ഇയാൾ എത്ര 200 കോടിയല്ല, ഇനി 1000 കോടിയല്ല, ഇനി എത്ര 10,000 കോടി ഉണ്ടെന്ന് പറഞ്ഞാലും ഇവരൊക്കെ വെറും ഒരു എച്ചികളാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ കൊച്ചിനെ ഇതിനെ ഒഴിവാക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ എടുത്താണെന്ന് തോന്നുന്നു. എന്താണെങ്കിലും അപ്പോഴും ഈ കോകില എന്ന് പറഞ്ഞ ക്യാരക്ടർ വിളിക്കുകയും ആ കല്യാണത്തിന് ക്ഷണിക്കാത്തതിന് പിണങ്ങി വരെ ഇരുന്ന ആളാണെന്ന് കോകില. എന്നിട്ടാണല്ലോ ഒളിപ്പൊന്നുമില്ലാതെ പിന്നെ അയാളുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായിരുന്നു ഇവർക്ക് അമൃത പോയ സമയത്ത് പറഞ്ഞുകൂടായിരുന്നു? എന്താണെങ്കിലും ദൈവമേ പറയേണ്ടിയിരിക്കുന്നു. എലിസബത്ത് ഉദയൻ എന്നൊരു പെൺകുട്ടിയുടെ ജീവിതം, അല്ലെ ഒരു നല്ല ഡോക്ടറെ ഇല്ലാതാകാൻ വേണ്ടിയിട്ട് ഉണ്ടായ ഒരു സംഭവമാണ് ഇതെന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു എലിസബത്തിൻ്റെ ഫാമിലിയോടെ പറയേണ്ടത് അതിനെ എത്രയും പെട്ടെന്ന് സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ മെൻ്റലി നല്ലതായിട്ട് പാമ്പർ ചെയ്ത് അതിന് പറ്റുന്നൊരു കല്യാണം അതിനെ എത്രയും പെട്ടെന്ന് കഴിച്ചു കൊടുക്കണം. എന്താണെന്നറിയാമോ? അതിന് മെൻ്റലി ഇതൊന്നും അല്ല ആണെന്ന് അതിന് മനസ്സിലാകണം. അതിനൊരു സ്നേഹവും കെയറും ഒരു ഫാമിലിയുടെ സപ്പോർട്ടും ഒക്കെ കിട്ടിയാലേ ഇനി അതിനെ തിരിച്ചു കിട്ടത്തുള്ളൂ. അയാൾ കല്യാണം കഴിച്ച് 2-3 കിട്ടുകയൊക്കെ ചെയ്തു. എന്നിട്ട് കൂടെ ജോലി ചെയ്യുന്ന ആരുടെയെങ്കിലും കൂടെ ഒരു ഫോട്ടോ ഇട്ടാൽ അതിൻ്റെ അവിടെ കൊന്ന് ഈ കസ്തൂരി എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്ന് വന്നിട്ട് മോശം കമൻറ്റുകൾ ഇടുക. ഈ കസ്തൂരി ആരാണ് എന്നെല്ലാവർക്കും അറിയാം. അത് ആ കുട്ടി മെൻഷൻ ചെയ്യുന്നുണ്ട്. കോകിലയാണ് എന്നുള്ളത് ആ കുട്ടി അത് വ്യക്തമാക്കുന്നുണ്ട്. 58 മിനിറ്റാണ് ആ വീഡിയോ. അത് പറയുന്നത് ഓരോരോ അനുഭവങ്ങൾ. അസുഖമൊക്കെ കൂടി കിടന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടായിരുന്നിട്ട് രാവിലെ അതിൻ്റെ വീട്ടുകാർ വന്നിട്ടാണ് കൊണ്ടുപോകുന്നത്. അതിനെ PGയുടെ എക്സാം MBBS കഴിഞ്ഞൊരു പെൺകുട്ടിയാണ്. അതിൻ്റെ ഹോൾ ടിക്കറ്റ് കൊടുത്തില്ല, അതിനെ ജോലിക്ക് വിടില്ല, പഠിക്കാൻ വിടില്ല. എന്തൊക്കെ ദ്രോഹങ്ങളാണ്. പിന്നെ ഇയാൾ തോക്കും കൊണ്ട് കാണുന്നിടത്തൊക്കെ വിരട്ടാനും വെടിവെക്കാനും ഒക്കെ കയറി ചെല്ലുന്നതുമൊക്കെ അതിൻ്റെ എല്ലാം മൂക്കസാക്ഷിയാണ്. ഉറപ്പായിട്ടും ബാലക്കെതിരെ ഇപ്പം ഒരു സ്വമേധയാൽ ഒരു കേസിനുള്ള സാധ്യതയുണ്ട്. കാര്യം അയാൾ ചെയ്തിട്ടുള്ള ക്രൈം എല്ലാം എലിസബത്ത് ഉദയൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പണം കണ്ടിട്ട് ആരെങ്കിലും ഇത് ചെയ്യാണ്ടിരുന്നാലേ ഉള്ളൂ. എന്താണേലും രാവിലെ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടതിന് എനിക്കും വിഷമമുണ്ട്. പക്ഷേ ആ എലിസബത്ത് ഉദയനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് എല്ലാവരും ആ വീഡിയോ കാണും. ഉറപ്പായിട്ടും ഇന്ന് എനിക്ക് തോന്നും ഒട്ടുമിക്ക ആൾക്കാരും ഈ വീഡിയോ ആയിരിക്കും. കാര്യം ഈ കുട്ടി ഇട്ടിരിക്കുന്ന സമയം ഒരു 3 മണിയാണ്. ഞാനത് കാണുന്നത് 1 hour ഡിഫറൻസിൽ ഒരു 4 മണിക്കാണ് കണ്ടത്. അപ്പോഴത്തേക്ക് വല്ലാത്തൊരിതാണ്. ആ വീഡിയോ എല്ലാവരും കാണണം. ഇങ്ങനെയുള്ളതിനെയൊന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത്. ഞാനടക്കം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളോട് തന്നെ ലജ്ജ തോന്നുന്നു. എലിസബത്തിനോട് പറയാനുള്ളത് ഇതൊന്നും
ഈ ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട ഇത് ജീവിതത്തിൽ വന്നു പോയി എന്ന് വിചാരിക്കുക. ഒരു അസുഖം വന്ന് ആ പാർട്ട് മുറിച്ച് കളഞ്ഞു എന്ന് വിചാരിക്കുക. ഹാപ്പി ആയിട്ട് ജീവിക്കുക. ഇനി ഇവന് വേണ്ടി ഒന്നും ഒരു വീഡിയോ പോലും ചെയ്യരുത്. അതിൻ്റെ പോലും ആവശ്യമില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, ഇവൻ്റെയൊക്കെ ലാസ്റ്റിൽ അനുഭവിക്കും ഈ ചെയ്തിട്ടുള്ള പ്രവൃത്തിയുടെ എല്ലാം. അപ്പം നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുക. പേരൻസ് ഉണ്ട്, നല്ലൊരു വിദ്യാഭ്യാസമുണ്ട്, നല്ലൊരു ലൈഫ് കിട്ടും. അതിൽ നന്നായി ജീവിക്കുക. നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളെപ്പോലെ പാവമായിട്ടുള്ള ഒരാളെ നിങ്ങൾക്ക് കിട്ടട്ടെ. എല്ലാ നന്മകളും വരട്ടെ. അതിലൊക്കെ ഉപരി ഉറങ്ങാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എപ്പോഴും എലിസബത്ത് പറയുന്ന ഒരു കാര്യമാണ് മനസ്സമാധാനമായിട്ട് ഉറങ്ങുന്ന കാര്യം. അപ്പോൾ അങ്ങനെ മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റട്ടെ. മെൻ്റലി സ്റ്റേബിൾ ആകട്ടെ. ഓൾ ദ ബെസ്റ്റ് എലിസബത്ത്.